നമുക്ക് ഒരുപാട് മറക്കാനാവാത്ത പെർഫോമൻസസ് സമ്മാനിച്ച ഒരു അതുല്യ നടനാണ് ശങ്കർ സർ. കൺഗ്രാറ്റുലേഷൻസ് സർ. ഒരു വലിയ കൈയടിക്ക് ശക്തി പോരാ. താങ്ക് യു സോ മച്ച്. We love you, sir. Congratulations. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. റോസി അവാർഡ്, PK റോസി അവാർഡ്, അവരുടെ പേരിൽ കിട്ടുന്ന ഈ അവാർഡ് എനിക്ക് വളരെ വലുതാണ്. എല്ലാ അംഗീകാരവും വളരെ വലുതാണ്. എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു 24 ഫ്രെയിംസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും. ബിക്കോസ് ഇതുപോലെ ഒരു അവാർഡ് തുടങ്ങാനും 10-14 വർഷമായിട്ട് ഇവർ നടത്തിക്കൊണ്ട് വരികയാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതുപോലെയുള്ള ഒരു സംഭവം സംഘടിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. അവരുടെ പ്രയത്നം അതും വളരെ വലുതാണ്. ഇതുപോലൊരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് പുറകിലോട്ട് പോകും. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തലൈരാഗം, ഞാൻ അന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് സിനിമയിൽ വരാൻ കഴിയുമെന്ന്. ബിക്കോസ് അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് കയറിക്കൂടുക അല്ലെങ്കിൽ ഒരു സിനിമയിൽ ചാൻസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ സമയത്താണ് EM ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, ഈ ഒരു നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നു. ബിക്കോസ് അവർ ഓൾറെഡി 2 പേരെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കാൻ. അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. എനിക്കറിഞ്ഞൂടാ, എന്തോ ഒരു ഭാഗ്യം, ദൈവത്തിൻ്റെ കടാക്ഷം. ബിക്കോസ് അദ്ദേഹം ഈ സിനിമയ്ക്ക് ഞാനാണ് ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നി. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമായി. മറ്റേ 2 പേരെ സെലക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു നറുക്കിലൂടെയാണ് എനിക്ക് അതിൽ അവസരം കിട്ടുന്നത്. ആ സിനിമ റിലീസായി 365 ദിവസം തിയേറ്ററിൽ കളിച്ചു. ഒരു തലൈരാഗം എന്ന് പറയുന്ന സിനിമയാണത്. അത് കണ്ടിട്ടാണ് മഞ്ഞിലുരിഞ്ഞ പൂക്കൾ എനിക്ക് അവസരം കിട്ടുന്നത്. അതും വലിയ സൂപ്പർ ഹിറ്റായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ ഒരു സ്റ്റേജിൽ അപ്പച്ചൻ മുതലാളിയും ഫാസിലിനെയും ഒക്കെ ഞാൻ ഓർക്കുന്നു. അവരോട് എന്നും എപ്പോഴും എനിക്ക് കടപ്പാടുണ്ടായിരിക്കും. മോഹൻലാലും പൂർണിമ ജയറാമൊക്കെ ആ സിനിമയിലൂടെയാണ് വന്നത്. ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. 10-200 സിനിമയിൽ അഭിനയിച്ചു. ഒരുപാട് സിനിമ, 3-4 സിനിമ സംവിധാനം ചെയ്തു. ഇപ്പം ഞാൻ സംവിധാനം ചെയ്ത എറിക് എന്ന് പറയുന്ന സിനിമ അടുത്ത് തന്നെ റിലീസാവും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം. ബിക്കോസ് അതെനിക്ക് കിട്ടുന്നൊരു വലിയ ഒരു പ്രോത്സാഹനമായിരിക്കും. പിന്നെ ഞാൻ ഒരു സിനിമ നിർമ്മിച്ചു, എഴുത്തോല എന്ന് പറഞ്ഞിട്ട്. അതിനും ഇവിടെ ഒരു അവാർഡുണ്ട്. നിഷ സാരംഗായിരുന്നു അതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ച് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടി. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇൻ്റർനാഷണൽ അവാർഡ്സൊക്കെ ഒരുപാട് കിട്ടി, പക്ഷേ ഇവിടെ നമുക്കൊരു അവാർഡും കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റമെല്ലാം മാറി വരണം. നല്ല സിനിമയ്ക്ക് എന്നും ഒരു അംഗീകാരം. ബിക്കോസ് നമ്മളൊക്കെ അങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്നത് തന്നെ, അങ്ങനെ ഒരു സിനിമയ്ക്ക് വേറെ രീതിയിലുള്ള കമേഴ്ഷ്യൽ സക്സസ് ഒന്നും ചിലപ്പോൾ കാണില്ല, തിയേറ്ററിൽ വലിയ സക്സസ്ഫുൾ ആവില്ല. പക്ഷേ ഇതുപോലെ വലിയ അംഗീകാരം നമ്മുടെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. എഴുത്തോലയുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഇവിടെ വന്നിട്ടുണ്ട്, റോണി ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്റ്റേജിലോട്ടൊന്ന് വിളിക്കണം നിഷയും റോണീനെയും. റോണിയാണ് ഈ ഫിലിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പം ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്ന എറിക് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവാണ്. വേൾഡ് വൈഡ് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ അവസാനം വന്ന ഏതാ സിനിമയുടെ സൂക്ഷ്മദർശിനി, വാഴ, അതുമാതിരിയുള്ള ഒരുപാട് സിനിമകൾ ഇവർ UK-യും ഫോറിൻ കൺട്രീസിലും റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ സിനിമാ യാത്ര ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ സിനിമാ യാത്രയിൽ ഒരുപാട് പേര് പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. നസീർ സാർ തൊട്ട് അങ്ങോട്ടുള്ള വലിയ വലിയ മഹാനായ കലാകാരന്മാരെ പരിചയപ്പെട്ടു. അവരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഭാഗ്യം. ഇന്നും ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. ബിക്കോസ് എൻ്റെ ജോലി അതാണ്. ഇനി കൂടുതലൊന്നും പറയാനില്ല. താങ്ക്സ് എ ലോട്ട് ഫോർ ദ അവാർഡ്. 25 ഫ്രെയിംസിന് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു.
എനിക്ക് ഈ ഒരു അംഗീകാരവും ഈ ഒരു ഇതൊക്കെ തന്നതിന്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. എല്ലാവരും നമ്മളെ ശങ്കർ സാറിനെ ഒന്ന് എണീച്ച് നിന്ന് കൈയടിച്ച് അദ്ദേഹത്തിന് ഒരു ആദരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കൈയടി പോട്ടെ, കമോൺ. കോഴിക്കോടിന്റെ കലാചരിത്രത്തിൽ 24 ഫ്രെയിം ഫിലിം സൊസൈറ്റി ശങ്കർ സാറിനെ ആദരിക്കുന്നു. പവേർഡ് ബൈ BTV ഇന്റർനാഷണൽ ആൻഡ് ക്രിയേറ്റർ ഗ്രൂപ്പ്, റോട്ടറി ക്ലബ് ആൻഡ് ആസ്ട്രോഡ് മീഡിയ. ഇതിൻ്റെ എല്ലാ സ്പോൺസേഴ്സിനും വളരെയധികം നന്ദി പറയുന്നു. ഓക്കെ, ഇനി നമ്മളുടെ അനുഗ്രഹീത കലാകാരി നിഷ സാരംഗ് നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നു. കോഴിക്കോടിൻ്റെ എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞാൽ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളാണ് കോഴിക്കോട് ഉള്ളത്. കലയെ ബഹുമാനിക്കുന്ന, കലാകാരെ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, പ്രോത്സാഹനം നൽകുന്ന കോഴിക്കോടിൻ്റെ ഈ അഭിമാനം, അതായത് ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് അഭിമാനമാണ് കോഴിക്കോട്. അതിനൊരുപാട് നന്ദി പറയാണ് കോഴിക്കോടിലെ എല്ലാ ആൾക്കാരോടും. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ 24ൻ്റെ ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് തന്നതിന്. 24ൻ്റെ അപ്പോൾ 24ൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ. ഒരു പ്രാവശ്യം നേരത്തെ വന്നിട്ടുണ്ട്. അതിന് അന്ന് നന്ദി പറഞ്ഞു, ഇതിന് വീണ്ടും നന്ദി പറയാണ്. പിന്നെ അതിനേക്കാളൊക്കെ ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ ശങ്കരേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ, ഇങ്ങനെയൊരു ഭാഗ്യം തന്നതിന് ഒരുപാട് എൻ്റെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ദൈവത്തോടൊക്കെ ഒരുപാട് നന്ദി പറയാണ്. കാരണം എന്നെ വെച്ചൊരു പടം, എന്നെ നായികയാക്കിക്കൊണ്ടൊരു പടം ചെയ്യാനുള്ളൊരു റിസ്ക് എടുത്തല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട്. എങ്ങനെ എടുത്തു എന്ന് എനിക്കറിയില്ല, എന്നാലും അതിനൊരുപാട് നന്ദിയുണ്ട്. ഫസ്റ്റ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ തന്നെ രണ്ടാമത് അങ്ങോട്ട് ചോദിച്ചു, ശങ്കരേട്ടൻ തന്നെയാണോ എന്ന് എനിക്ക് ആദ്യം സംശയമായിരുന്നു. ഞാൻ ആരെങ്കിലും കളിയാക്കാനായിട്ട് വിളിക്കണോ എന്നൊക്കെയായിരുന്നു സംശയം. പിന്നീട് ആണെന്ന് ഉറപ്പായപ്പോഴാണ് എനിക്ക് വിശ്വാസം ഉറപ്പിക്കാൻ പറ്റിയത്. എന്തായാലും അത്രയും നല്ല 13 അന്താരാഷ്ട്ര അവാർഡ് ഉണ്ടായിരുന്നു അല്ലേ? 13 അന്താരാഷ്ട്ര അവാർഡ് ഉണ്ടായിരുന്നു ആ പടത്തിന്. അതിന് ദൈവത്തോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഒപ്പം ശങ്കരേട്ടനോടും എല്ലാ കലാകാരന്മാരെ ബഹുമാനിക്കുന്ന എല്ലാവരോടും നന്ദി പറയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടിയില്ല എന്ന് ശങ്കരേട്ടൻ നേരത്തെ പറഞ്ഞു, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും 24ൽ കിട്ടിയല്ലോ, അതിന് 24ൽ എല്ലാവരോടും നന്ദി പറയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.